കഥാപ്രസംഗം തുടങ്ങാം. കഥാകാരൻ 10 മണിക്കേ വരൂ. ഇപ്പോ സമയം 9 മണിയേ ആയിട്ടുള്ളൂ. അതുവരെ ദേ അങ്ങോട്ടേക്ക് നോക്കൂ. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം അറിഞ്ഞില്ല എന്ന CPM നേതാക്കളുടെ വാദം പൊളിഞ്ഞു. പിറ്റേന്നുള്ള ദേശാഭിമാനി പത്രം ആദ്യം വലിയ സംഭവമായും അനുകൂലമായിരുന്നു എഴുതിയിരുന്നത്. 10 മണിയാകുന്നു. അജണ്ടകൾ സെറ്റ്. ഇനി കഥാപ്രസംഗം തുടങ്ങാം. രചന അത് ഞാൻ തന്നെയാണ്. 9 മണിക്ക് മാധ്യമങ്ങളിലൂടെ സെറ്റ് ചെയ്യുന്ന അജണ്ട 10 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ആദ്യം എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു എന്ന് വരുത്താം. ചോദിച്ചോ, 2, 3, 4 പേര് ചോദിച്ചോ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. കഴിക്കൂ, ജിലേബി ലഡു കഴിക്കൂ. അതിനിടയിൽ ആരാണ് മുൻധാരണകൾ തെറ്റിക്കുന്നത്? അല്ല, ചില കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഞാൻ എന്തിനു വന്ന? ആരും മുറത്തിൽ കയറി കൊത്തല്ലേ. സതീശൻ പറയേണ്ടത് സതീശൻ തന്നെ പറയട്ടെ. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. അപ്പൊ ഇതാണ് രാവിലെ മാധ്യമങ്ങളിൽ വാർത്ത വരുത്തി അജണ്ട സൃഷ്ടിച്ച് ഞാൻ അഴിമതി നടത്തി എന്ന ആരോപണം പൊളിഞ്ഞില്ലേ എന്ന് ഭയങ്കരമായി എഴുന്നള്ളിക്കാൻ ശ്രമിച്ചത്. സതീശൻ പറഞ്ഞ ദേശാഭിമാനി പത്രം നോക്കാം. ജൂൺ 5 ദേശാഭിമാനിയുടെ തിരുവനന്തപുരം എഡീഷനിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വരാൻ സാധ്യതയേറി. ദേശാഭിമാനിയിലാണോ ഈ വാർത്ത ആദ്യം വന്നത്? ഒരു ദിവസം VD സതീശൻ എത്ര നുണ പറയും? അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? സതീശൻ MSC അദാനിയിൽ നിക്ഷേപിക്കുന്നു എന്ന വാർത്ത ആദ്യം വന്നത് ദേശാഭിമാനിയിലല്ല. അതിനും 4 ദിവസം മുൻപ് ജൂൺ 1 ഇക്കണോമിക് ടൈംസ് എന്ന പത്രത്തിലാണ്. എക്കണോമിക് ടൈംസ് പത്രം വായിക്കാം. അദാനി തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSCയുമായി 49% ഓഹരി വിൽക്കുന്ന വിഷയത്തിൽ ചർച്ച നടക്കുന്നു. ജൂൺ 1 എക്കണോമിക് ടൈംസ് പത്രം കണ്ടല്ലോ. അതിനും 2 ദിവസം കഴിഞ്ഞ് ജൂൺ 3-ാം തീയതി മാതൃഭൂമി പത്രം ഈ വാർത്ത മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. ഇക്കാര്യത്തിൽ ഇരു കമ്പനികളും ചർച്ച തുടങ്ങിയതായാണ് സൂചന. അതായത് ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മറ്റൊരു മലയാള പത്രത്തിൽ പോലും ഈ വാർത്ത വന്നിട്ടുണ്ട്. അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ഇതാണ് സതീശൻ. ഇത്രയേ ഉള്ളൂ സതീശൻ. വലിയൊരു കൊള്ള നടത്തിയിട്ട് ആരോപണം തടുക്കാൻ ഉടുക്കും പൊട്ടി വരികയാണ് സതീശൻ. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ദേശാഭിമാനിയുടെ വാർത്താ സോഴ്സ് MSC തന്നെ. അത് LDF സർക്കാരല്ല. പക്ഷെ താങ്കൾ ഇക്കാര്യം അറിഞ്ഞത് മംഗലാപുരത്ത് അദാനി കമ്പനിയുമായി ചർച്ച നടത്തിയപ്പോഴാണ്. അടുത്ത ചോദ്യം. ഇനി അഴിമതിയിലേക്ക് നേരിട്ട്. മുഖ്യമന്ത്രി ചില വകുപ്പുകൾ സ്വന്തം കയ്യിൽ വെച്ചത് നേരിട്ട് അഴിമതി നടത്താനല്ലേ? വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. ഈ സ്വപ്നം പൂവണിക്കാനാണല്ലോ പ്രത്യേക വിമാനം പിടിച്ച് മംഗലാപുരത്തേക്ക് പോയത്. അതിന്റെ വിമാനക്കൂലി ആര് കൊടുക്കും? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഇതാണ് പ്രശ്നം. തെളിവുകളോടെ പിടിക്കപ്പെടുമ്പോൾ ഉരുണ്ട് കളിക്കും. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിലേതുപോലെ അദാനിയുടെ കാര്യത്തിലും പിന്നോട്ട് പോകാൻ സതീശൻ തയ്യാറാകില്ല. അതായത് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു ദേശാഭിമാനിയുടെ കള്ളക്കഥ പറഞ്ഞ് MSCയുടെ 13,320 കോടി രൂപ അദാനിക്ക് പോക്കറ്റിലിടാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. വിഴിഞ്ഞത്ത് 2,500 കോടി രൂപ മാത്രം നിക്ഷേപിച്ച അദാനിക്ക് ഒഡീഷയിലെ സ്റ്റീൽ പ്ലാന്റിൽ നിക്ഷേപിക്കാനുള്ള 1,00,000 കോടിയിലെ മുഖ്യ ഭാഗവും പോകുന്നത് കേരളത്തിൽ നിന്ന്. അദാനിയെ തടയാൻ സതീശൻ തയ്യാറാകില്ല എന്ന് വ്യക്തം. കിട്ടിയ കമ്മീഷന്റെ കണക്ക് പത്രത്തിൽ വന്നു എന്ന് സതീശൻ പറഞ്ഞല്ലോ. എനിക്ക് കിട്ടിയ മറ്റേ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക്
ഈ കമ്മീഷൻ പണം രക്ഷിക്കാൻ നുണ പറഞ്ഞ് കേരളത്തെ വഞ്ചിക്കുകയാണോ താങ്കൾ? ഈ കഥാപ്രസംഗം നുണപറച്ചിൽ മത്സരമായി മാറുന്നു എന്നതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ദുര്യോഗം. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്?